ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുന്ന സമയത്ത് പ്രസിദ്ധീകരിച്ച ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും BJPയുടെ അഴിമതി രഹസ്യങ്ങൾ പുറത്തു വന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ബോണ്ട് വാങ്ങിയതിൽ പ്രധാന പങ്കും അന്വേഷണം നേടുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേടുന്ന കമ്പനികളാണ്. അതായത് EDയുടെയും CBIയുടെയും ITയുടെയും റഡാറിലുള്ള കമ്പനികൾ കൂടുതൽ ബോണ്ട് വാങ്ങി. ആദ്യ 5 സ്ഥാനത്ത് എന്ന് പറയാൻ സാധിക്കുന്നത് ഒന്ന് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ്. അതിന് പിന്നാലെ മേഘ എഞ്ചിനീയറിംഗ് ഉണ്ട്, വേദാന്ത എൻ്റർപ്രൈസസ് ഉണ്ട്. അതിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി ഉൾപ്പെടെ 3 കമ്പനികൾ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ ബോണ്ടുകൾ വാങ്ങിയത്. 2022 ED 409 കോടി രൂപ കണ്ടുകെട്ടിയതിന് 5 ദിവസങ്ങൾക്ക് ശേഷം 100 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന കമ്പനി വാങ്ങി. അതിനോടൊപ്പം തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, 20 കോടി രൂപ മുതൽ 100 കോടി രൂപ വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയതിൽ ഭൂരിപക്ഷവും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഖനന കമ്പനികളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനമായിട്ടും ഈ കെട്ടിട നിർമ്മാണ കമ്പനികളുമാണ്. അതായത് കാര്യലബ്ധിക്ക് വേണ്ടി നിരവധി ബോണ്ടുകൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടി വന്ന് ഇക്കഴിഞ്ഞ നവംബറിൽ സിൽക്യാര തുരങ്കം, പ്രത്യേകിച്ചും 41 പേര് കുടുങ്ങിയ തുരങ്കം, ആ തുരങ്കത്തിൻ്റെ അടങ്കലെടുത്ത് അത് നിർമ്മിച്ചു കൊണ്ടിരുന്ന നവയുഗ എൻ്റർപ്രൈസസ് ഉൾപ്പെടെ 50 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് അക്കാര്യം ആരോപിക്കുന്നതെന്ന് കൂടിയാണ്. മറ്റൊന്ന്, ഈ ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെ ബോണ്ട് വാങ്ങിയത് തൊട്ട് അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അതായത് ഈ ഒന്നുകിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയോ ഈ അന്വേഷണം നേരിടുന്ന സമയത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലൈസൻസ് വേണ്ട സമയത്തോ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നിലധികം കമ്പനികൾ ഒരുമിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങൾ കൂടി കൃത്യമായി കോറിലേറ്റ് ചെയ്ത് പുറത്തുവിടണമെന്നുള്ള കാര്യം കൂടി കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ നിരയും പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരോപിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ 2019 മുതൽ 24 വരെ വന്ന കണക്കിൽ 47%-ലധികവും ലഭിച്ചത് BJPക്ക് തന്നെയാണെന്നുള്ളത്. മറ്റൊരു പ്രധാന ആരോപണം കോൺഗ്രസ് വിട്ടിരിക്കുന്നത് ഒരു വർഷത്തെ കണക്കുകൾ മറച്ചു വെച്ചു എന്നതാണ്. 2018 മാർച്ച് മുതൽ 2019 ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇലക്ട്രൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള കാര്യം കൂടി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏകദേശം 6000-ലധികം കോടി രൂപയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി. 2ാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് അല്ല എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസ് ആണ് 2ാം സ്ഥാനത്ത് നിലവിലുള്ള പാർട്ടി. അതിന് പിന്നാലെയും ഈ കോൺഗ്രസിന് പിന്നാലെയും വരുന്നത് അനവധി പ്രാദേശിക പാർട്ടികളാണ്. അണ്ണാ DMK, BRS പോലെയുള്ള പ്രാദേശിക പാർട്ടികളാണ് കോൺഗ്രസിന് പിന്നാലെയുമുള്ളത്. അതായത് പ്രാദേശിക പാർട്ടികൾക്കടക്കം നിരവധി തുക ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഫണ്ട് ചെയ്തുകൊണ്ട് ലഭിച്ചു എന്നുള്ള കാര്യം നിലവിൽ കൃത്യമായിട്ട് കോറിലേറ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഏതൊക്കെ കമ്പനികൾ എത്രയൊക്കെ രൂപ ഏതൊക്കെ പാർട്ടികൾക്ക് കൊടുത്തു എന്നുള്ളത് കൃത്യമായി കോറിലേറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൂടി ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.